അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയൊരു ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവർക്കും പരിചയമുള്ള കക്കയം എന്ന് പറയുന്ന കോഴിക്കോട് എന്ന വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് റിതുനും എല്ലാവരും കൂടെ എന്ത് ചെയ്യാൻ പോവാം, അങ്ങോട്ടേക്ക് പോകാൻ പോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം കക്കയത്ത് എത്താനായിട്ടുണ്ട്. കുറച്ചുകൂടെ പോയാൽ അതായത് നമ്മുടെ അലിയും റിതുനും ഒക്കെ നമ്മുടെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, അങ്ങെത്തിയിട്ട് കാണാം. അതുവരെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇതാ കക്കയത്തിൻ്റെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അലിയും റിതുനും ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ ബഡീസ് ഇതാ നമ്മളെ പാസ് ചെയ്ത് പോയിരിക്കുന്നു. ഇനി അവരെ ചേസ് ചെയ്ത് പിടിക്കാം. ഓട്ട ഞാൻ വയ്യ തന്നെ വരാം. എൻ്റെ ബ്രദേഴ്സ് ഒന്നും പറയാനില്ല, അടിപൊളി വൈബാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബ്. നമ്മളിപ്പോൾ ഏകദേശം കക്കയത്തിൻ്റെ ടോപ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടത്തേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് കോഴിക്കോട് ജില്ലയെന്നതിനേക്കാളും കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ റോഡൊക്കെ വളരെ ഇടുങ്ങിയ ഒരു റോഡാണ്. മാത്രമല്ല രണ്ട് വാഹനങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് സൈഡൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഈ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ടാർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം താഴ്വാരത്ത് നിന്ന് 14 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കക്കയത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്നത്, കക്കയം ഡാമിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡാമിൻ്റെ അടുത്ത് എത്തും. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് കുരങ്ങന്മാരൊക്കെ മരത്തിൻ്റെ മുകളിൽ കൂടെ ചാടി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലല്ലോ അല്ലേ? ഈ കാടിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുരങ്ങന്മാരുണ്ട്. അട്ടയൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണിപ്പോൾ. അതുകൊണ്ട് നോക്കി വേണം ഇവിടെ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അലീനെയും ഋതുവിനെയും കാണുന്നില്ല, അവന്മാർ ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അവന്മാരെ നോക്കി നിൽക്കുവാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ടീംസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ താഴെ നിന്ന് ഒരുപാട് ബൈക്ക് വരുന്നവരൊക്കെ തോന്നും. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. ഇനി അവരെ പിടിക്കാം. അലിമച്ചാനും ഋതുമച്ചാനും നല്ലൊരു ക്ലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിതൻ ബൈ ഇപ്പോൾ നമ്മുടെ ഫോട്ടോസിനൊക്കെ സ്റ്റില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രദേഴ്സ് ചിൻ പൊടിക്ക് അപ്പ് ഋതനെ ചിരിക്കടാ. സെറ്റ്. ഞങ്ങൾ ഏകദേശം 2014 സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് വൈശാഖ്, അതേപോലെ അനിരുദ്ധ്, പിന്നെ വേറെ ആരായിരുന്നു, വൈശാഖും അനിരുദ്ധ്, ഹരിത്ത്, ഞങ്ങൾ 4 പേരും കൂടെ വന്ന സമയത്ത് ആദ്യമായിട്ടൊരു ഫോട്ടോ ഇട്ടത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കാണിച്ചു തരാം. ഏകദേശം 2014 ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ ഫോട്ടോ എടുത്തത്. അടിപൊളി വ്യൂ വെച്ചിട്ട് ആദ്യത്തെ ഫോട്ടോ, അന്ന് ആദ്യമായിട്ട് കക്കയം കണ്ട സമയത്ത്. ഒയ്യോ, ഇവിടുന്നെങ്ങാനും താഴെ വീണ തീർന്നു. ഞാൻ ആദ്യമായിട്ടാണ് ബ്രദേഴ്സ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ മിസ്റ്റേക്കുകളും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നെഗറ്റീവ് റിവ്യൂസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം കക്കയത്തിൻ്റെ പകുതി ഏകദേശം അടുത്തോളം എത്തിയിട്ടുണ്ട്. നമ്മുടെ റിതിന് ഒരു നല്ലൊരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു 4-5 തവണ പോയി. അലി ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. സോ നമുക്ക് നോക്കാം എന്തൊക്കെ കോമഡി ഇനി നടക്കാൻ പോകുന്നത്.
അതാ നമ്മുടെ ചെങ്ങായി ഇതാ വീണ്ടും താഴോട്ടേക്ക് പോവാണ് അടുത്ത ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കോട്ടൊക്കെ ഇട്ടിട്ട് ഇതാ പോന്നു. കണ്ടില്ലേ എന്തൊക്കെ ഒരുക്കപ്പാടാ ദൈവമേ. ഇന്നെങ്ങാനും എടുക്കുവോ? കഴിഞ്ഞാ എടുത്താ നമ്മളോട്ട് വാ എന്നാൽ ഓക്കെ. ബാക്കി ഇനി മോളെത്തിയിട്ട് കാണാം. അത് നമ്മുടെ അലിയൂർ ഇതിനൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തി. നല്ല വിശപ്പോടെയാണ് നമ്മൾ ഇവിടത്തേക്ക് കയറി വന്നത്. അപ്പോൾ അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സോങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി വായ്പുള്ള ഒരു ചെറിയ ഹോട്ടൽ. ഓക്കെ, നമ്മുടെ ഫുഡ് ഇപ്പോൾ എത്തും കേട്ടോ. ഐസ്ക്രീം ആണോ? അലിയടാ നമ്മളിത് മെയിൻ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിങ്ങൊക്കെ ആരും കാണുന്നില്ല. ഇവിടെ നിന്നാണ് സാധാരണ ബോട്ടിങ് ഉണ്ടാവാറ്. എന്താ അട്ടുണ്ടെങ്കിൽ സാനിറ്റൈസർ അടിച്ചാൽ അത് ഇവിടെ ഉണ്ടോ? സാനിറ്റൈസർ ഒരു കുഴപ്പമില്ല. റിതിൻ സാറും മലി സാറും കൂടെ ക്യാമറ സെറ്റാകുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നു. നല്ല ഫാമിലീസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇവിടെ. റോഡ് മുഴുവൻ എന്തത് അവിടെ ഒരാൾക്കൂട്ടം. ഗായ്സ് എന്നെ അട്ട കടിച്ചു. ഗായ്സ് എന്നെ അട്ട കടിച്ചു. കാലമല്ലുണ്ട് 3 എണ്ണത്തിനെയോ? അങ്ങനെയാണ് എൻ്റെ കാലിൻ്റെ കൊണ്ട് കുറേ ഉണ്ടാവുമല്ലോ. നല്ല ചോര, കട്ടച്ചോര. എൻ്റെ കടി കൊണ്ടില്ല, എൻ്റെ ഷൂവിൻ്റെ ഇടയിൽ കുരുങ്ങിച്ച് ചത്തു ചെയ്തോ. നമ്മളെ ലോക്കൽ ലാംഗ്വേജ് വിട്ടിട്ട് കുറച്ച് അച്ചടി ഭാഷ പറട്ടോ. കാണുന്ന വ്യൂവേഴ്സിനൊന്നും മനസ്സിലാവില്ല. പിന്നെന്താ അല്ല അതൊന്നും പിടിച്ചില്ല. നാറ്റിക്കണം, എല്ലാത്തിനും നാറ്റിക്കണം. ഒന്നും നടന്നിട്ട് എത്തുന്ന ഡാം കാണും. ഇതാണ് ഡാം. യെസ്, കക്കയുണ്ടാവും. നമ്മളിപ്പോൾ മെയിൻ എൻട്രി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാശി. അതെ, പുല്ല് അട്ടയുണ്ടോ ദൂരെ ഒരു മഴ. ഗായ്സ് ഇന്ന് ഇവിടെ വന്ന ഭൂരിഭാഗം ആൾക്കാരും അട്ടനെ പിടിക്കാനാട്ടോ വന്നത്. അത്ര അട്ടന 5 6 കാലിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് കളയുന്നത്. യോ ഗായ്സ്, ഞാൻ കോസ്റ്റ്യൂം മാറ്റിയിരിക്കുന്നു പുതിയൊരു ഫോട്ടോ ഒക്കെ സ്റ്റില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിൽ, തീപ്പാർന്ന വെയിൽ. കൊള്ളാവോ? ഷാരൂഖ് ഖാൻ. എന്നാ വീഡിയോ ആണിത്, ഓൾറെഡി വീഡിയോ ആണ്. പക്ഷെ അത്യാവശ്യം ഷെയ്ക്കായാലും കിട്ടൂല, അതിൻ്റെ ഭംഗി കിട്ടൂല. മര്യാദ ക്ലിയർ ആക്കി ഇല്ല. നമുക്കിനി വെള്ളച്ചാട്ടം കാണാൻ പോവാം ഗായ്സ്. എന്തെല്ലാം പഠിക്കാനൊക്കെ. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാണ്.
നമ്മളിനി ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇനി അങ്ങോട്ടേക്ക് ആട്ടേനെ കൊണ്ട് ഏറും കളി. ഷൂ കഴിഞ്ഞാ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോവാണ് ഗൈസ്. ഇല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, ആ അവസ്ഥയിലാണ്. അവിടുന്ന് ചെറിയൊന്നും പറയല്ല. കുടിക്കാൻ കൊണ്ടാ ചോളത്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ് ബ്രദേഴ്സ്. ഇത് ഫുൾ കുളിസീനാണല്ലോ. അപ്പം പോവാം, ഇനി നേരെ തിരിച്ചു പോവാം. കുറേ കുളിസീനൊക്കെ ഉണ്ട്. പോവാം. ഈ ഹൈറ്റിൽ വെള്ളം വരുന്നത് വന്നോണ്ടല്ലോ പാലം താർന്നേ. ഓ മാൻ, അതേ മാതിരി വെള്ളച്ചാട്ടമായിരിക്കും. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോകുന്നു. ഞങ്ങൾ പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. ഇപ്പോൾ സമയം കുറച്ച് വൈകുന്നേരമായി. എല്ലാവരും അട്ടയെ പെറുക്കിക്കൊണ്ടാണ് നടക്കുന്നത്. അട്ടയില്ലാത്ത സ്ഥലത്തൂടെ നോക്കി നടക്ക് ഇതോ. ഇവിടെയൊക്കെ റോഡ് നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും അട്ടേനെ കാണാനുള്ള മെയിൻ കാരണം. ഇവിടുന്ന് അട്ടേനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അട്ട ഒട്ടി നിന്നോളൂ, പിടിവിടില്ല. അനലൈസ് ചെയ്യുന്ന സ്കാൻ ചെയ്യുന്ന ഉണ്ടാ എൻ്റെ കാലിലുണ്ടോ എന്തോ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കടാ. പുറത്തൊക്കെ നോക്കാം നാട്ടേന. എക്ക പൊളി. ഒരു വിസിൽ ചുരുളിയേ. എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. തണുത്ത കാറ്റുണ്ടാവും, അട്ടയുണ്ടാവും. അയ്യോ, ഏതവനാടാ അത്? അലിയ ഇങ്ങോട്ട് സാധനം ചെയ്തേ, ഇങ്ങോട്ട്. നമ്മളിതാ വീണ്ടും തിരിച്ചു പോകുന്നു. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആണ്. നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ട്രിപ്പിനെ ഇവിടുത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളിന്ന് വന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നൊരു പ്രശ്നം കാല് നിറച്ച അട്ടയായിരുന്നു.
പിന്നെ അതൊരു വലിയ കുഴപ്പമായിട്ടില്ല, സാനിറ്റൈസർ ഒഴിച്ച ഉടനെ അത് ചത്തുപോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഇപ്പം നല്ല ക്ലൈമറ്റാണ്, ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് ഇപ്പം വരാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, ലാവിഷ് അടിച്ചിട്ട് മാക്സിമം അടിച്ച് വിളിച്ച് പോവുക. തിരിച്ചു പോവാണ്. ഇനി നമുക്ക് താഴെയുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് നേരെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോകും. കണ്ണട അടിപൊളിയുള്ള. പിന്നെ നമ്മളിനി വണ്ടി എടുക്കുന്നു, നേരെ തിരിച്ചു പോകുന്നു. ഓക്കെ, ബ്ലൂ. ഇതാണ് ബ്രദേഴ്സ്, ഇതാണ് ഗൈസ് നമ്മുടെ കരിയത്തുംപാറ. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കൊക്കോ റിവർ. പക്ഷെ എന്തിയാ ഇവിടുന്ന് ഒരു കുട്ടി എങ്ങാനും ഇവിടെ മുങ്ങി മരിച്ചതുകൊണ്ട് ട്രിപ്പിന് വരുന്ന ആൾക്കാരൊന്നും താഴോട്ടേക്ക് ഇറക്കുന്നില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യായിരുന്നു, ഈ കാണുന്ന സ്ഥലത്തൊക്കെ നടന്നുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമായിരുന്നു. അവിടെ നിന്ന് ഒരാളെ മീൻ പിടിക്കുന്നത് നിങ്ങളാരും കാണുന്നുണ്ടോ, ട്യൂബൊക്കെ വെച്ചിട്ട്? അങ്ങനെ കരിയത്തുംപാറയിൽ നിന്ന് നേരെ നമ്മൾ പോയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യൂ പോയിൻറ്റിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് ഒരുവിധം ആൾക്കാർ പുറത്തിറങ്ങാനായ സമയമായതുകൊണ്ട് നിറയെ ഫാമിലീസായിരുന്നു അവിടെ. നമ്മളവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ ടോപ്പ് ഫ്ലോറിലേക്ക് പോയി അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞങ്ങളിപ്പോൾ ടോപ്പ് ഫ്ലോറിലേക്ക് നടന്ന് കയറുവാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ഫ്ലോറാണുള്ളത്. ഓരോ ഫ്ലോറിലും നമുക്കിങ്ങനെ റൗണ്ട് അടിച്ച് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. പോകുന്ന വഴിയിലൊക്കെ നിറയെ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. അവിടെ നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണിത്. ഇപ്പോൾ ഏകദേശം സമയം 5 മണിക്കടുത്തായിട്ടുണ്ട്. ഞാനിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് അവരുടെ ഫാമിലിയുടെ കൂടെ. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും വളരെ ഹാപ്പി ആയിട്ട് ഓടിക്കളിക്കുന്നു. ഇവിടെ ആർക്കും രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്, പരസ്പരം കാണുന്നു, ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു. പക്ഷേ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും മാറും. പഴയ പോലെ രാഷ്ട്രീയമായി, ജാതിയായി, മതമായി, വെറിയായി, റിഡിക്കുലസ്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ഉള്ളിലേക്ക് കയറിയത്. ഇതേ വഴിയിലൂടെ നമ്മൾ തിരിച്ചു പോവും. ഇപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒക്കെ എന്താണ്, ആൾക്കാരാണ്. ഇനി നമുക്ക് തിരിച്ചു പോവാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.